إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا بذكر الله تطمئن القلوب صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي قال النبي صلى الله عليه وسلم كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ ഇന്നത്തെ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട മഅ്മൂൻ ഹുദവി ഉസ്താദ് അവറുകളെ, അതുപോലെ വിരാജ്പെട്ട ഷാഫി ജുമാ മസ്ജിദ് ഖത്തീബ് റഊഫ് ഹുദവി ഉസ്താദ് അവറുകളെ, അതേപോലെ നമ്മുടെ മദർസന്റെ സദർ ഉസ്താദ് ഷോയിബ് വൈസി, അനീഫ് വൈസി, അമി ഉസ്താദ്, അനീഫ് ഉസ്താദ്, സ്റ്റേജിൽ ഉപവിഷ്ടരായ കമ്മിറ്റി ഭാരവാഹികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗീയ ഭവനത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നാം ചെയ്യുന്ന സർവ്വ അമലുകളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് മുതിരുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോട് കാത്തു നിൽക്കുന്ന മഅ്മൂൻ ഹുദവി ഉസ്താദിന്റെ പ്രഭാഷണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലപ്പെട്ടതായ സമയം ഞാൻ കവർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും അല്പകാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും, എല്ലാ ആളുകളും പ്രയാസം കൊണ്ടും ടെൻഷന് കൊണ്ടും വിഷമങ്ങളെ കൊണ്ടും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ സമാധാനം കിട്ടാൻ വേണ്ടി അലഞ്ഞു നടക്കുകയാണ്. എവിടെയാണ് സമാധാനമുള്ളത്, എവിടെയാണ് സ്വസ്ഥത കിട്ടുക എന്ന് മനുഷ്യൻ പല ഭാഗത്തും നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജീവിതത്തിൽ സമാധാനം കിട്ടുന്നില്ല. ടെൻഷനാണ്, പ്രയാസങ്ങളാണ്, വിഷമങ്ങളാണ്. ഇതെല്ലാം തീരാൻ എന്താണ് മാർഗം എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളോട് ഉണർത്താനുള്ളത്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, മനുഷ്യന് സമാധാനം വേണമെങ്കിൽ, അവനക്ക് ശാന്തി കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അലാ, അറിയണം. എന്താണ് മനുഷ്യ സമൂഹത്തിനോട് അല്ലാഹു വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ലയോ, നിങ്ങൾക്ക് ടെൻഷൻ മാറുന്നില്ലയോ? സമാധാനം കിട്ടണമെങ്കിൽ, ടെൻഷൻ മാറണമെങ്കിൽ അല്ലാഹു പറയുകയാണ്, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ എന്നെ സ്മരിക്കുക, എനിക്ക് ദിക്ർ ചൊല്ലുക,
എങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. സമാധാനം കിട്ടണമെങ്കിൽ, ടെൻഷൻ ഇല്ലാത്ത ജീവിതം കിട്ടണമെങ്കിൽ അള്ളാഹുമായി ദിക്റിലായിരിക്കണം. അള്ളാഹുമായി ദിക്ർ ചൊല്ലുന്ന മനുഷ്യനുക്ക് ടെൻഷൻ ഉണ്ടാവുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒഴിവ് സമയങ്ങളുണ്ടല്ലോ, നമുക്കെല്ലാം ഒഴിവ് സമയങ്ങൾ കിട്ടാറുണ്ടല്ലോ. ആ ഒഴിവ് സമയങ്ങളിൽ അന്യന്റെ ഗീബത്തോ നമീമത്തോ പറയുന്നതിന് പകരം അള്ളാഹുവിന് വേണ്ടി അല്പം ദിക്ർ ചൊല്ലാ, അള്ളാഹുവിന് വേണ്ടി കുറച്ച് തസ്ബീഹ് ചൊല്ലാ എന്നുള്ളൊരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കണം പ്രിയപ്പെട്ടവരെ. എങ്കിൽ നമ്മളെ ടെൻഷൻ മാറുന്നതാണ്, വിഷമങ്ങൾ മാറുന്നതാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്നറിയുമോ? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അൻ തമൂതു വലിസാനുക റുത്ബൻ മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമൽ ഏതാണെന്ന് ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമല് നിന്റെ നാവ് ദിക്ർ ചൊല്ലിക്കൊണ്ട് പച്ചയായിരിക്കെ